ഇന്ന് ടാരോ റീഡിങ്ങിൽ നമുക്ക് ഈ നല്ല രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ടാരോട്ടിനോട് ചോദിക്കാം. 6 കാർഡ്സിന്റെ സ്പ്രെഡാണ് വെക്കുന്നത്. ഏറെക്കുറെ കാർഡ്സ് ഒക്കെ മേജർ ആർക്കാനയിൽ നിന്നാണ് നമുക്ക് സ്പ്രെഡായി വന്നിരിക്കുന്നത്. അപ്പം ഇത് പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിലവർക്ക് സെപ്പറേഷൻ ഉണ്ടാകും, പക്ഷെ ചിലവർക്ക് കോണ്ടാക്റ്റിൽ ഉണ്ടാവും. പക്ഷെ അധികം ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരു എനർജിയുമാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് പ്രപഞ്ചമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമാണ്. ഏതാണ്ട് 5 കാർഡുകളും മേജർ ആർക്കാനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അല്ലാതെ വന്നത് പേജ് ഓഫ് വാൺസിന്റെ കാർഡ്. അതും മേജർ ആർക്കാനയോളം ഒരു വില കൽപ്പിക്കുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് സോർട്സിന്റെ കാർഡുകൾ. അപ്പം ഇത് പ്രപഞ്ച സൃഷ്ടിയാൽ നിർമ്മിതമായൊരു ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം പ്രപഞ്ചം നിങ്ങളിലൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രപഞ്ചമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വില തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെപ്പറേഷൻ ഇപ്പൊ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ പേജ് ഓഫ് വാൺസ്, ആ വ്യക്തി നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോ അവിടെ എത്താൻ പറ്റും, എനിക്ക് എപ്പം മിണ്ടാൻ പറ്റും എന്നൊക്കെ. ദൂരത്താവോ ആണ് എന്നൊക്കെയുള്ള പേര് ചിലപ്പോൾ പിണങ്ങിപ്പോയതാവും. അപ്പം ആ വ്യക്തി ഒരു യങ്ങർ എനർജി ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ വാൺസിന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജി ആ വ്യക്തിയിൽ നിന്ന് താമസിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര നാളും ആ വ്യക്തി ഒരു ബന്ധമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ, ചിലവരെ ബ്ലോക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ടാകും. അപ്പൊ ആ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബന്ധം മുന്നോട്ട് പോവുകയും ചെയ്യും. രണ്ടാമത്തെ മേജർ ആർക്കാനയിൽ ജഡ്ജ്മെന്റ്. അപ്പൊ ജഡ്ജ്മെന്റും ജസ്റ്റിസും ഈ സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. അപ്പം മേജർ ആർക്കാനയില് ജഡ്ജ്മെന്റ് എന്ന കാർഡും ജസ്റ്റിസ് എന്ന കാർഡും വന്നു കഴിഞ്ഞാൽ പ്രപഞ്ച നിർണയമായ ഒരു ബന്ധമാണ്. അതിനാൽ ഈ 2 കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബന്ധത്തിൽ ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം പലർക്കും നീതി ലഭിക്കുന്ന ഒരു സ്പ്രെഡാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോർട്ട് കേസ് അങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു. ഇരുവരും കാണുന്ന വ്യക്തിക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് നിൽക്കുന്നത്. പ്രപഞ്ചമായിട്ട് ചിലപ്പോൾ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. ഇപ്പോൾ കൂടെ ഇല്ലാത്തത് ആ വ്യക്തി അതീവ ദുഃഖിതയോ ആയിരിക്കും. അപ്പം പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് ഒരു നീതി, നിങ്ങളുടെ ആ കരച്ചിലും നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ടിട്ട് പ്രപഞ്ചമായിട്ട് നിങ്ങൾക്കൊരു നീതി നൽകുന്നു എന്നാണ് കാണുന്നത്. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ്. നിങ്ങൾക്കൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാലചക്രം തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും എന്നാണ് കാണുന്നത്. ചിലവർക്ക് ചിലപ്പോൾ മിണ്ടൽ ഉണ്ടാവില്ല, സംസാരങ്ങൾ വളരെയധികം കുറവായിരിക്കും, കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പല സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഒരേ വീട്ടിൽ ജീവിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരാ. അങ്ങനെയൊക്കെയുള്ളത് കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലാണ്. ആ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും എന്നാണ് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് ജസ്റ്റിസിന്റെ കാർഡാണ്. നിങ്ങൾക്ക് നീതി നടപ്പാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം ജസ്റ്റിസ് കാർഡ് വന്നപ്പോൾ നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട്. അപ്പം ന്യായസ്ഥാനത്തുനിന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു. ഇത്രയും നാൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ കാർഡ് ലവേഴ്സിന്റെ കാർഡാണ്. അപ്പം ഇത് വളരെ ക്രൈസ് ഉള്ള ഒരു ബന്ധമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് കടുത്ത ആരാധനയുണ്ട് എന്നാണ് ഈ ബന്ധം ഈ കാർഡ് കാണിച്ചു തരുന്നത്.
അപ്പം ഇപ്പൊ കുറച്ച് അകന്ന് നിന്നാലും നിങ്ങളിലേക്ക് തന്നെ അടുത്ത് വരും എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, എങ്കിലും ഈ വ്യക്തി അടുത്ത് വന്ന് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്, ആ ബന്ധം പുനരാരംഭിക്കും എന്നാണ് ഈ കാർഡുകൾ, ലവേഴ്സിന്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണും പെണ്ണും രണ്ടുപേരും. അപ്പം ആ വ്യക്തി ആണായാലും പെണ്ണായാലും നിങ്ങളെയാണ് ഇണയായിട്ട് കൂട്ടാൻ ഇഷ്ടമുള്ളത് എന്നാണ് പറയുന്നത്. നാലാമത്തെ കാർഡ്, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപററിന്റെ കാർഡാണ്. എംപററിന്റെ കാർഡ് പറഞ്ഞിരുന്നത് മനസ്സിൽ ഒത്തിരി ഇഷ്ടമുണ്ടല്ലോ, അത് പുറത്തോട്ട് കാണിക്കുന്നില്ല. അപ്പം ചിലവര് സ്നേഹം തുറന്നു കാട്ടുന്നില്ല, അങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറയുന്നവരുണ്ടാകും. അതൊക്കെ ഉദ്ദേശമാണ് എംപറർ എനർജി വന്നിരിക്കുന്നത്. ചിലർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. പക്ഷെ ഈ എംപറർ എനർജിയിലായതുകൊണ്ട് ഇവർക്ക് മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷെ അവരിയ്ക്കുന്ന ആ പോസ്റ്റ് കൊണ്ടോ അവർ ജീവിക്കുന്ന സാഹചര്യം കൊണ്ടോ ഇവർക്ക് ആ സ്നേഹം ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവര് ഇപ്പോഴും നല്ല പിന്നീടായാലും അവരുടെ മനസ്സ് മാറി ഈ ബന്ധത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പം ഈ 6 കാർഡ് സ്പ്രെഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ച പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ള ബന്ധമാണ്. പ്രപഞ്ചമായി സൃഷ്ടിച്ച സെപ്പറേഷൻ ആണ് ഇപ്പോൾ ഇതിൽ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പ്രെഡ് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. താങ്ക് യു.